പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസഫും അനിയൻകുട്ടനും ജോണിയും നാഗർകോയിലെത്തി. ഒരാൾ പുളിക്കൻ എവിടെയാണെന്ന വിവരം അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പുളിക്കൻ ഒളിച്ചിരിക്കുന്നിടത്തേക്ക് അവർ 3 പേരും കൂടി പോവുകയാണ്. ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനരികിലേക്ക് അവർ നടന്നു. അനിയൻകുട്ടൻ ആദ്യം അകത്തു കയറി ഡോറിൽ മുട്ടുകയാണ്. ബ്രെഡും പഴവും തിന്നുകൊണ്ടിരുന്ന പുളിക്കൻ ശബ്ദം കേട്ട് മുഖം തുടച്ചുകൊണ്ട് കതക് തുറക്കാൻ വരികയാണ്. അപ്പോഴേക്കും അനിയൻകുട്ടൻ അവിടെയുണ്ടായിരുന്ന ഡ്രമ്മിന് പിറകിൽ ഒളിക്കുകയാണ്. ആരാണെന്ന് തമിഴിൽ പുളിക്കൻ ചോദിക്കുകയാണ്. ശബ്ദം മാറ്റി ഒരു ബ്രോക്കർ ആണെന്ന് അനിയൻകുട്ടൻ പറയുന്നു. ഡോർ തുറന്നു നോക്കിയ പുളിക്കൻ ആരെയും കാണാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കി. ഈ ഗ്യാപ്പിൽ അനിയൻകുട്ടൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് നോക്കാൻ പറയുകയാണ്. അനിയൻകുട്ടനെ കണ്ട് പുളിക്കൻ ഞെട്ടുന്നു. ഇനിയുള്ള കാലം ജയിലിൽ പോയി അഴിയെണ്ണാമെന്ന് അനിയൻകുട്ടൻ തമാശ രൂപേണ പുളിക്കനോട് പറഞ്ഞു. അപ്പോഴേക്കും ജോണിയും എത്തി. പുറകുവശത്തേക്ക് ഇറങ്ങി ഓടിയ പുളിക്കനെ എല്ലാവരും ചേർന്ന് പിടിക്കുകയാണ്. അങ്ങനെ പുളിക്കൻ അവരുടെ കൂടെ പോവുകയാണ്. വിക്രം ആ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ വിക്രമിന്റെ പേര് പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് ആരാണ്? ജോസഫ് ചോദിച്ചു. കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും വീണ്ടും ആദ്യം പറഞ്ഞ കാര്യം തന്നെ പുളിക്കൻ വീണ്ടും പറയുന്നത് കേട്ട് ജോസഫ് കയ്യിലിരുന്ന കത്തിയെടുത്ത് ദേഷ്യത്തിൽ പുളിക്കനെ കുത്താനെന്ന വണ്ണം ചെല്ലുകയാണ്. പുളിക്കന്റെ വർത്തമാനം ഇഷ്ടപ്പെടാതെ അനിയൻകുട്ടൻ പുളിക്കനെ കർണം പൊത്തി അടിക്കുകയാണ്. ജോണി അപ്പോഴേക്കും പുളിക്കനെ കിട്ടിയ കാര്യം ശ്രീകാന്തിനെ വിളിച്ചറിയിക്കുകയാണ്. നാളെ രാവിലെ വാസവൻ അവനെ കാണാൻ അവിടെ എത്തുമെന്ന് പറയാൻ ശ്രീകാന്ത് പറഞ്ഞു. ജോണി ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ അവരോട് പറയുകയാണ്. അങ്ങനെ അനിയൻകുട്ടനെ പുളിക്കനരികിൽ നിർത്തിയിട്ട് ജോണിയും ജോസഫും അവിടെ നിന്ന് പോയി. വേദയും വിക്രവും അവരൊരുമിച്ചുള്ള നല്ല നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് വേദയ്ക്ക് ഒരു കോൾ വരുന്നു. അത് ജോസഫ് ആണെന്ന് മനസ്സിലാക്കിയ വേദ ഫോൺ വിക്രമിന് കൊടുക്കുകയാണ്. പുളിക്കനെ അവർ പൊക്കിയെന്നും കൂടെ വാസവന്റെ അരിയായി ജോണിയുണ്ടെന്നും പുളിക്കൻ ആരെയോ പേടിക്കുന്നുണ്ടെന്നും വാസവൻ എത്തിയാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന് പുളിക്കൻ പറഞ്ഞുവെന്നും ജോസഫ് വിക്രമിനോട് പറയുകയാണ്. കോൾ കട്ട് ചെയ്ത വിക്രം വേദയോട് പുളിക്കൻ പിടിയിലായെന്ന സന്തോഷ വാർത്ത പറഞ്ഞു. അങ്ങനെ അവസാനം മോചനത്തിന്റെ ദിവസമായി. വിക്രം പറഞ്ഞു. ഇത് കേട്ട് മുഖം വാടി നിന്ന വേദയോട് എന്ത് പറ്റിയെന്ന് വിക്രം ചോദിക്കുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പോകോ? വേദ ചോദിക്കുകയാണ്. വിക്രം മെല്ലെ ചിരിച്ചുകൊണ്ട് വേദയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് വേദയെ അടുത്തിരുത്തി വേദയെ ചേർത്ത് പിടിക്കുകയാണ്. പത്രം വായിച്ചുകൊണ്ടിരുന്ന വിനായകന് നന്ദിനി ചായയുമായി വന്നു. നിങ്ങൾക്ക് അവിടെ വന്ന് കുടിച്ചാൽ എന്താണ് എന്ന് നന്ദിനി ചോദിക്കുകയാണ്. നിനക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന് വിനായകൻ കളിയാക്കുകയാണ്. ഇത് കേട്ട് നന്ദിനി പറഞ്ഞു. പഴയതുപോലെ ശ്രീചേട്ടത്തി ഇപ്പോൾ അടുക്കളയിൽ കയറാറില്ല. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം അമ്മയ്ക്ക് റെസ്റ്റ് വേണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പണികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വേദ വന്ന് കയറിയതിനു ശേഷം ഇവിടെയുള്ളവർ എന്നോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവസാനമായപ്പോൾ നിങ്ങളും അവളുടെ പക്ഷത്തായി. നന്ദിനി പറയുകയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തോ ഒളിക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് അമ്മ വലിയ ടെൻഷനിലായിരുന്നു. അങ്ങനെയാണ് അമ്മയ്ക്ക് ഈ അസുഖം വന്നത് തന്നെ. വിക്രമിനെ കുറിച്ച് ഒരറിവും ഇല്ലാതിരുന്നിട്ടും അമ്മയ്ക്കിപ്പോൾ പഴയ ടെൻഷനും സങ്കടവും ഇല്ലാത്തത് വിക്രം എവിടെയുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണെന്നും ആശുപത്രിയിൽ വെച്ച് അവര് രണ്ടുപേരും രഹസ്യമായി അമ്മയെയും അച്ഛനെയും കണ്ടിട്ടുണ്ടാകുമെന്നും എനിക്കൊരു തോന്നലുണ്ടെന്ന് നന്ദിനി വിനായകനോട് പറയുകയാണ്. വേദ വന്ന് വിക്രം കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം തോന്നിയെങ്കിലും ഇപ്പോ പേടിയാകുക. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അത് കൂടുതൽ അപകടമാവില്ലേ എന്ന് കമല മാഷിനോട് ചോദിക്കുകയാണ്. അവർക്ക് 2 പേർക്കും അറിയാവുന്നൊരിടത്ത് അവനുണ്ടെന്നേ അതിനർത്ഥമുള്ളൂ. മാഷ് കമലയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.